നമുക്ക് ചുറ്റും ധാരാളം പീഡന കഥകൾ കേൾക്കാറുണ്ട്. പോക്സോ കേസുകളും മറ്റ് സ്ത്രീ പീഡന കേസുകളും ഒക്കെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസടക്കം നമ്മൾ അത്തരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ചില കേസുകളൊക്കെ സത്യവും, എന്നാൽ ചിലതൊക്കെ ചിലരെയൊക്കെ തകർക്കാനും വേണ്ടി, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു വിരോധം തോന്നി ആ വിരോധം തീർക്കാൻ വേണ്ടി അവരെ കള്ളക്കേസുകളിൽ കുടുക്കി, അതും വ്യാജ പോക്സോ കേസുകളിലും വ്യാജ പീഡന കഥകളിലും കേസുകളിലും ഒക്കെ പെടുത്തി നാണം കെടുത്തി അവരെ ജയിലിലടയ്ക്കുന്ന സാഹചര്യങ്ങൾ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് കാണുന്ന പീഡന കേസുകളിലും പോക്സോ കേസുകളിലും ഏകദേശം 90% കേസുകൾ ഇത്തരത്തിൽ കള്ളക്കേസുകളാണ്. കുടുംബത്തിൽ നടക്കുന്ന സ്വത്ത് തർക്കവും മറ്റും പോക്സോ കേസുകളായും പീഡന കേസുകളായും പരിണമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും നിയമപാലകർ എന്ന് നമ്മൾ വിളിക്കുന്ന പോലീസുകാരുടെ തെറ്റായ നിലപാടുകളും നടപടികളും മൂലം ജീവിതം നശിച്ചു പോയവരും ധാരാളമുണ്ട്. നമുക്കറിയാം, സാദിഖ് എന്ന് പറയുന്ന ഒരു പ്രവാസി കച്ചവടക്കാരനെ, ഒരു വ്യാപാരിയുടെ അവസ്ഥ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ഖത്തറിലെ കച്ചവടം മുഴുവൻ നശിച്ച് നാരായണക്കലകളെ തുമ്പില്ലാതായ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിയമപാലകരുടെ ഭാഗത്തു നിന്നും അത്തരം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പലരും അത്തരത്തിൽ അനുഭവിച്ച് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നതിന് ശേഷം പിന്നെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കലാണ് പതിവ്. അനുഭവിച്ചു, ഇനി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ഇനി കൂടുതൽ കുരിശ് തലയിലേറ്റി വെക്കണ്ട, ജനം മറന്നു കഴിഞ്ഞതാണ്, ഇനി ജനങ്ങളെ അറിയിക്കേണ്ട എന്നൊക്കെ കരുതി തങ്ങളുടെ പാടെ വിധിയെ എന്ന് കരുതി സമാധാനിക്കുന്നവരുമുണ്ട്. ചിലർക്ക് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ചിലരൊക്കെ ഇത് സത്യം പുറത്തു വരണമെന്നും മറ്റുള്ളവരിത് അറിയണമെന്നും തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ വേദനയ്ക്ക് എന്താണ് അതിന്റെ ശരിക്കുള്ള വേദന എന്ന് അവരും അറിയണമെന്നും അതിനൊരു പ്രതികാരം നിർബന്ധമാണ് എന്നും കരുതി കൃത്യമായ നിയമ നിലപാടുകൾ എടുത്തുകൊണ്ട് പോകുന്നവരുമുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് ചില പിശാചുക്കളെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം വൈശാഖൻ എന്ന ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയുടെ കഥ നമ്മൾ വാർത്തകളിലൂടെ നമ്മൾ അറിയുകയുണ്ടായി. അയാൾ ഭാര്യയും കുട്ടികൾക്കുമായി സുഖമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് പുറമെ മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ബന്ധം അയാളുടെ കുടുംബജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കും എന്ന് മനസ്സിലായപ്പോൾ അതിനെ വിളിച്ചു വരുത്തി വർക്ക്ഷോപ്പിൽ വെച്ച് കൊന്നു എന്നുമുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്നും വളരെ ക്രൂരവും പൈശാചികമായിട്ടുള്ള ഒന്നാണ്. ഒരു പെൺകുട്ടിയോട് താല്പര്യം തോന്നുക, അതിനെ ചൂഷണം ചെയ്യുക, അതും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ്. അതിനെ വർഷങ്ങളോളം പ്രലോഭിപ്പിച്ചുകൊണ്ട് അതിനെ ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുക. ആ ബന്ധവും തുടർന്നുകൊണ്ടിരിക്കുക തന്നെ മറ്റു പല ബന്ധങ്ങളിലേക്ക് പോവുക. തുടർന്ന് ഇത്തരത്തിലൊരു ബന്ധം തന്നെ പോലെ മറ്റൊരാളും ബന്ധത്തിലുണ്ട് എന്നറിയുന്ന കുട്ടി തന്റെ ഭാര്യയെ, അതായത് വൈശാഖിന്റെ ഭാര്യയെ വിവരം അറിയിക്കും എന്നറിയിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ വിവാഹം കഴിച്ചുകൊള്ളാം, കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ക്രൂരമായി പൈശാചികമായി കൊന്ന കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം ഒരു കൊലപാതകമല്ല. ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി അതിനെ ജ്യൂസ് കൊടുത്ത് മയക്കി പിന്നീട് അതിനെ മർദ്ദിച്ച് അവശയാക്കി അതിനെ കെട്ടുതൂക്കി കൊന്ന ശേഷം അതിന്റെ ജീവൻ പിടഞ്ഞ് ഇല്ലാതായ ശേഷം ആ ശരീരത്തെ അഴിച്ചിറക്കി 2 അല്ല 3 വട്ടമാണ് ആ മൃതശരീരത്തെ അയാൾ തന്റെ ശാരീരിക ആവശ്യത്തിന് ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ വൈശാഖൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. വാർത്തകൾ ആ വിധത്തിലാണ് പുറത്തു വരുന്നത്. കോഴിക്കോട് വേങ്ങേരി സ്വദേശിയായിട്ടുള്ള വൈശാഖന്റെ ഇത്തരത്തിലുള്ള ക്രൂര വിലാസങ്ങള് CCTV ദൃശ്യങ്ങൾ കണ്ട പോലീസുകാർ പോലും ഞെട്ടിത്തരിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അന്വേഷണ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ക്രൂരവും പൈശാചികമായിട്ടുള്ള ദൃശ്യങ്ങൾ അവർ കണ്ടിട്ടില്ല എന്നും CCTV ദൃശ്യങ്ങൾ അത്രത്തോളം ഭീകരമാണ് എന്നുമാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്ലാൻ ചെയ്യുക, വെൽ പ്ലാനായി പ്ലാൻ ചെയ്യുക. അതിനുശേഷം ഒരു പെൺകുട്ടിയെ തന്റെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അതിന് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കിടത്തി പിന്നീട് അതിനെ കൊന്ന ശേഷം അതിന്റെ കെട്ടഴിച്ച് നിലത്ത് കിടത്തി ആദ്യം 2 തവണ പീഡിപ്പിക്കുക. അതിനുശേഷം വീണ്ടും 1 തവണ കൂടി പീഡിപ്പിക്കുക. മൊത്തം 3 തവണ, 2 വ്യത്യസ്ത സമയങ്ങളിലായി 3 തവണ പീഡിപ്പിക്കുക. ഒരു മൃതശരീരത്തെയാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് മനസ്സിലാക്കണം. അത് മരണപ്പെട്ടെന്ന് കഴിഞ്ഞ ശേഷം, ഇതൊക്കെ കഴിഞ്ഞ ശേഷം ആള് തൂങ്ങി താൻ കെട്ടഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ സഹായം തേടുന്നു. ഭാര്യ എന്തെന്നറിയാതെ പാഞ്ഞു വരുമ്പോ ഇതാണ് കാണുന്നത്. പെൺകുട്ടി മരിച്ചില്ല എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ഭാര്യയും വൈശാഖനും ചേർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ ഡോക്ടർക്കുണ്ടായ സംശയം വൈശാഖന് ഒരു പൂട്ടായി മാറുന്നു. സത്യത്തിൽ വൈശാഖൻ ഇവിടെ കരുതിയത് ആശുപത്രിയിൽ പെൺകുട്ടിയെ ആക്കിയ ശേഷം അവിടെ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് വന്ന് CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാമെന്നും തന്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ നശിപ്പിക്കാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ ഇതിനിടയിൽ വൈശാഖിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന നാട്ടുകാർ അവർ പോലീസുകാരെ വിവരം അറിയിക്കും. ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പോലീസുകാരെ വിവരം അറിയിക്കുകയും പോലീസുകാർ വന്ന് സംഭവ സ്ഥലം സീസ് ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് വൈശാഖന് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് എന്നാണ് പുറത്തറിയുന്ന വിവരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്രൂരമാണ്. മനുഷ്യൻ ഇങ്ങനെയും ക്രൂരനാവൂ? ഒരു മൃതശരീരത്തെ പോലും ഭോഗിക്കാൻ മനസ്സുള്ളവനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള പിശാചുകൾ സത്യത്തിൽ നമ്മുടെ നാടിന്, നമ്മുടെ ലോകത്തിന് അപമാനമാണ്.
കേസുകൾ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, പീഡനങ്ങൾ ഉണ്ടാവും, പല പല കേസുകൾ പലയിടത്തും ഉണ്ടാവും. ചിലതൊക്കെ സത്യമാണ്, ചിലതൊക്കെ കളവാണ്, ബഹുഭൂരിപക്ഷവും കളവാണ്. സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു മൃതദേഹത്തെ പോലും വെറുതെ വിടാത്ത ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ മലയാളത്തിലും ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ നാടിന്റെ സാക്ഷര കേരളത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് ചിന്തിച്ചു പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.